നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതാണ്. അപ്പോൾ ഞാൻ പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ടുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 5 മാങ്ങ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചധികം ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇതൊന്നുകൂടി വേവട്ടെ കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. അതാ കണ്ടല്ലോ, നമ്മുടെ മാങ്ങ ഇവിടെ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ നല്ല നാടൻ നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ കടുക് പൊട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച ഉലുവാപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടല്ലോ, കടുകും ഉലുവയും ഇത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നെയ്യിലത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പ് മറക്കരുത് കേട്ടോ. ഉപ്പും കൂടി ഇതിൽ ഉപ്പും മധുരവും എല്ലാം കൂടിയായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും മാങ്ങ കയ്യിലുള്ളൊരു സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് വാങ്ങാനായിട്ടും ഒക്കെ കിട്ടുന്ന സമയമാണ്. സീസണിൽ മാങ്ങ ഉള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല മധുരമുണ്ട്. അപ്പോൾ മധുരവും എരിവും പുളിപ്പും എല്ലാം കൂടി കൂടിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.